ഓക്കെ. ക്വസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലായില്ലേ? പാർട്ട് 1ഉം 2ഉം ഒരുമിച്ച് 40 ക്വസ്റ്റ്യൻ ഉണ്ടാകും, പ്ലസ് 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് അല്ലെ? അതറിയാലോ. 1 hour ആണ് എക്സാം. ഒരു ആൻസറിന് 2 മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോ 100 മാർക്ക് കിട്ടും 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലല്ല ശരിയായ. ഓപ്ഷൻസ് എല്ലാം എനിക്കിപ്പോ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആയാലും അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോ മാറി ലാസ്റ്റ് ഓപ്ഷൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ട് മാറി പോകുന്നുണ്ട്. അപ്പോ നമുക്ക് സൂം ചെയ്യാൻ പറ്റുമോ? സബ്മിഷൻ എന്നുള്ളത് നമുക്ക് സൂം ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മാറിപ്പോ എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്? അത് താനെ നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് കുറച്ച് തനിയെ സ്ക്രോൾ ആയിട്ട് മുകളിലിട്ട് നമ്മൾ ഏതാണോ ആൻസർ കൊടുത്തിരിക്കുന്നത് ആ ആൻസർ തെറ്റി പോവാ. അങ്ങനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്? അങ്ങനെയൊന്നും പ്രശ്നമില്ല. നമുക്കാർക്കും അങ്ങനെ വരുന്നില്ലടോ. അത് ഡിവൈസിന്റെ പ്രശ്നമായിരിക്കും, അതിന്റെ എന്തെങ്കിലും സെറ്റിംഗ്സിന്റെ പ്രോബ്ലം ആയിരിക്കും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു കേൾക്കുന്നത്, അതുകൊണ്ടാണേ. അല്ല, എനിക്ക് എപ്പോഴും അങ്ങനെയല്ല, ഒരു 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുറെ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യും, ഒന്ന് ക്ലിയർ ചെയ്യൂ ഫോൺ. ഈ സ്പേസ് ഇല്ലാതെ വരുമ്പോഴാണ് ചില ആപ്സ് നമ്മൾ എടുക്കുമ്പോ ഇതുപോലത്തെ പ്രശ്നം വരാം, സ്റ്റക്ക് ആവുന്നത്. നോക്കൂ. എന്റെ ഫോണിൽ അങ്ങനെ വന്നിട്ടുണ്ട്, സ്റ്റക്ക് ആയിട്ടുണ്ടല്ലോ, ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഫുൾ ആയിട്ട് മെമ്മറി ഫുൾ ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ മാറ്റുവാണ് ചെയ്തത്. ടീച്ചർ ഇന്ന് വന്നത് എക്സാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാനാണോ? ആദ്യം അങ്ങ് പറഞ്ഞു, ഞാനിനി അതങ്ങ് പറഞ്ഞാ മതി എന്നുള്ളത്. കൊള്ളാലോ, സൈക്കോളജിക്കൽ അപ്രോച്ച്. അല്ല എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ടീച്ചർ ഇന്നലെ വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതേപോലെ അപർണ മിസ്സും കുറച്ച് പറഞ്ഞു. ആതിര മിസ് ആണ് പറയാത്തത്. ഞങ്ങൾ ആതിര മിസ്സിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആതിര മിസ്സിന്റെ വേണമെന്നില്ല, ഏത് ടീച്ചർ ആണെങ്കിലും ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു എക്സാമിന് എങ്ങനെയൊക്കെ ഏത് പോർഷൻ എന്ന്. കാരണം പോർഷൻ എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാണെന്ന് ആതിര മിസ്സിന്റെ പോർഷൻസ് അറിയാലോ. ഒന്നാമത് സൈക്കോളജിയുടെ പോർഷൻസ് ആണ്. നമുക്ക് ഒന്ന് എഴുതുമ്പോൾ ഇത് അതാണോ എന്നൊക്കെ മാറി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മിസ് എന്തെങ്കിലും ഇന്ന പോർഷൻ എന്ന് വരുമെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാലോ. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, മെയിൽ ഐ ഡി കൂടാതെ നമ്മുടെ നെയിം എഴുതണോന്നൊക്കെ ചോദിച്ചിട്ട്. മെയിൽ ഐ ഡി, നെയിം, പിന്നെ നിങ്ങൾക്കൊരു റോൾ നമ്പറും പ്രൊവൈഡ് ചെയ്യും. ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, റോൾ നമ്പർ ഇല്ലേ? കിട്ടി. റോൾ നമ്പറും റോൾ നമ്പർ ഇല്ലാത്തവരോ ലിസ്റ്റ് പേരില്ലായിരുന്നു, ഫീസ് അടയ്ക്കാൻ അടച്ചു കഴിഞ്ഞു, അതുകൊണ്ട് പുതിയ ലിസ്റ്റ് കിട്ടിയില്ല. അല്ല, ഇൻഫോം ചെയ്തില്ലേ? അപ്പൊ ലിസ്റ്റ് ഇനി ഇടും. ഇല്ല അവര് കിട്ടുന്നില്ല, പ്രസീത മിസ്സിന് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാമോ, എനിക്കൊന്ന് വാട്സാപ്പില് ശരിക്കുള്ള പേരും ഫോൺ നമ്പറും ഒന്ന് കറക്റ്റ്, ഓഫീസിൽ കൊടുത്തിരിക്കുന്ന പേരും മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഇടണം കേട്ടോ. വേണ്ടത് എവിടെയാ? അതാ നിങ്ങൾക്ക് പുതിയ ആള് ജോയിൻ ആകുമ്പോൾ ആദ്യമുള്ളവരുടെ റോൾ നമ്പർ മാറുമോ? അങ്ങനെ ഉണ്ടാവില്ല. മോഡൽ പേപ്പറിൽ കണ്ടില്ലെന്നോ? എന്താണത്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുമ്പോ ശരിക്കും അതിനകത്ത് റോൾ നമ്പർ നെയിമും ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായിരുന്നു. നമുക്ക് ട്രയൽ പോലെ ഒരു ക്വസ്റ്റ്യന്റെ സംഭവം വന്നില്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. അതിനകത്തുണ്ടായിരുന്നു റോൾ നമ്പർ എഴുതാനായിട്ടുണ്ടായിരുന്നു, പേര് ഫുൾ നെയിം എഴുതണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് യൂണിറ്റ് 7 അങ്ങ് എടുക്കാം എന്ന് കരുതിയ വന്നത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ചോദിച്ചു. എനിക്ക് ആതിര മിസ് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്നും അറിയില്ല, ബട്ട് ആ ടോപ്പിക് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ. ഓക്കെ,
നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് 1 പാർട്ട് 2 എന്താ സംശയം എവിടെയാ? ഡിഫൻസ് മെക്കാനിസം ഒന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഉപകാരം. നമുക്ക് പാർട്ട് 1 ഇന്നലെ മിസ് പറഞ്ഞു തന്നു, അപർണ മിസ് പറഞ്ഞു തന്നു. അപ്പൊ ഇനി ആതിര മിസ്സിന്റെ പോർഷൻസ് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡൗട്ട് ഉള്ളത്. മാമിനെ ആയിരുന്നു നിങ്ങൾക്ക് ഇത് വേണ്ടിയിരുന്നത് അല്ലേ? അത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തേനെ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? നോ, ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി ഈവനിങ്ങോ വേറെ ഏതെങ്കിലും ടൈമിൽ അല്ല, ഇനി എക്സാമിന് ടൈമില്ലല്ലോ അല്ലേ? എനിക്ക് ഇനിയിപ്പോ രാത്രി 7 മണിക്ക് എക്സാം അല്ലേ, ടീച്ചർക്ക് അപ്പൊ പിന്നെ ഏതെങ്കിലും എക്സാമിന് മുമ്പായിട്ട് ടീച്ചർക്ക് ഏതെങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും വരാൻ പറ്റുമോ ആതിര മിസ്സിന്? മെസ്സേജാണോ? ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒന്ന് കൊടുത്തു നോക്കട്ടെ, ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഡിഫൻസ് മെക്കാനിക്സിന്റെ കാര്യം ചോദിച്ചില്ലേ? ആ ഡിഫൻസ് മെക്കാനിക്സ് നിങ്ങൾക്ക് ഞാനൊരു ഡിക്ഷണറിയുടെ ഒരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വേർഡ് വെബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ടൈറ്റിലുകൾ വന്നിട്ടില്ലേ നമ്മളുടെ നോട്ട്സില് PDF-ല്? ടൈറ്റിൽ ഒന്ന് കൊടുത്ത് സെർച്ച് ചെയ്ത് നോക്കൂ. ഇൻ സൈക്കോളജി അതെന്താന്നുള്ളത് വരും. ഓക്കെ, സൈക്കോളജിയിൽ അതെന്താന്നുള്ളത് അപ്പൊ കറക്റ്റ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത് ഫോണിന്ന്? വേർഡ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, അത് ഡിക്ഷണറി ആണത്. അതൊരു ഡിക്ഷണറി ആണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമാണ് നമുക്ക് നെറ്റിന്റെ ആവശ്യമുള്ളൂ, ഡേറ്റയുടെ ആവശ്യമുള്ളൂ. നമുക്ക് ഓഫ്ലൈൻ സമയത്തും അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഡേറ്റ വേണമെന്നില്ല അത് ഓപ്പൺ ആക്കാൻ. അതില് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഓരോ ടൈറ്റിൽ ഇട്ട് കഴിയുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഇൻ സൈക്കോളജിയിൽ ഇത് എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് രാഖി നോക്കട്ടെ, മിസ് ഫ്രീ ആണോന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി അതൊക്കെ അറിയാലോ. വായിക്കാൻ സമയം കിട്ടുന്നില്ല, അതാണോ പ്രശ്നം? ആണോ? സമയം കിട്ടുന്നില്ല. സൈക്കോളജി കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാണ്. ഇപ്പം മാറി പോവാ മിസ്സേ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാ. ഓക്കെ, എന്താ മാറിപ്പോ? ഏത് പോർഷനാണെന്ന് പറയാമോ മാറിപ്പോയത്? ഞാൻ അതിനൊരു എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തരാം, അതാ ഉദ്ദേശിച്ച ചോദിക്കുന്നേ. ഈ ഏജ് സ്പാൻ ഒക്കെയാണോ മാറിപ്പോന്നേ? കുട്ടികളുടെ പ്രായം, ഈ പ്രായത്തിൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണോ? അതെ അതെ, അത് മാറാറുണ്ട്. അങ്ങനത്തെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഫാദർ അതും അങ്ങോട്ടും ചുരുക്കി ഇങ്ങോട്ടും പറഞ്ഞാൽ മാറിപ്പോകും. എല്ലാം മാറി പോകുന്നുണ്ട് മിസ്സേ. അതെ മിസ്സേ, നമ്മളിപ്പോ ഓരോ സൈക്കോളജിസ്റ്റും പല രീതിക്കല്ലേ പറഞ്ഞേക്കുന്നത്. ഇന്ന പീരീഡിലാണ്, ഇന്ന ഏജ് ഗ്രൂപ്പാണ്, ഇന്ന പ്രായത്തിലാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ. പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണോ അതാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാം ടോട്ടലായിട്ട് ഒരു എന്തോ ഒരു അവിയൽ പരുവം പോലെ ഉണ്ട്. ഈ പറഞ്ഞു വൺ വേർഡ് അല്ലേ മിസ്സേ? വൺ വേർഡ് എന്ന് പറയുമ്പോ അതിന്റെ കറക്റ്റ് ആൻസർ അത് തന്നെ വേണമല്ലോ. മറ്റേത് നമ്മളിപ്പോ ഒരു ആൻസർ ചോദിച്ച ഒരു പാരഗ്രാഫ് എഴുതുന്നത് നമുക്ക് അറിയാവുന്നൊക്കെ നമ്മൾ എഴുതി വിടുമല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, സ്പെസിഫിക് ആയിട്ട് ആ ഒരു കറക്റ്റ് ആൻസർ വേണമല്ലോ. നിങ്ങൾ നോക്കുമ്പോ എല്ലാ ഓപ്ഷനും ഒന്നും വായിക്കൂ. ചിലപ്പോ ആ ആൻസറിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് ചില ക്വസ്റ്റ്യൻസിൽ കേട്ടോ എല്ലാ ഓപ്ഷൻസ് വായിക്കുമ്പോ ഇത് 3 ആവാൻ ചാൻസ് ഇല്ല, അപ്പൊ പിന്നെ 4ാമത്തെ ആയിരിക്കും, അങ്ങനെ കിട്ടില്ലേ? പിന്നെ നമ്മളുടെ കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്തിനുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മള് ആതിര മിസ് ഇപ്പൊ വരും കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. മിസ്സേ ഞാൻ ലീവ് ചെയ്തോട്ടെ. മിസ് ഇവർക്ക് എന്തോ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യണം, മിസ്സിന്റെ ടോപ്പിക്സ് ആണ്. അപ്പൊ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. എന്താണ് പ്രശ്നം ഇവിടെ? എക്സാം ടെൻഷനാണ് മിസ്സേ. എക്സാം ടെൻഷനാണ് മിസ്സേ. എന്താണ്
അതിന് മിസ്സിന് എക്സാമിന് സുഖമാണോ? ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ആ ഭാഗം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാത്ത. ഞാൻ എടുത്ത ഭാഗങ്ങൾ പറയാം. നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം എന്തായാലും പേടിക്കണ്ട കേട്ടോ. ടഫായിട്ട് ഒന്നും ഇടില്ല. അതല്ല, അപർണ മിസ്സും ഇംഗ്ലീഷ് ടീച്ചറും എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നലെ എവിടെന്നാ പറഞ്ഞു. കൂടുതലായിട്ട് അതെ പറയട്ടെ, എനിക്ക് കയറാനുള്ളത് എന്റെ ക്ലാസ്സുകൾ മുഴുവൻ ഇവരെല്ലാവരും കയറി എടുത്തിരുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ഒക്കെ. ഇതുവരെ ഞാൻ ഇന്നലെ അല്ലേ കയറി, കഴിഞ്ഞ ദിവസമല്ലേ കയറിയുള്ളൂ. നിങ്ങളോട് പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ അതിനൊന്നും എനിക്ക് വയ്യാതിരിക്കുന്നതായിരുന്നു. ക്ലാസ്സിൽ കയറി എനിക്ക് അറിയാവുന്നത്. ക്യാമറ പോലും ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ ഓക്കെ മിസ്സേ? ഞാൻ പറയുന്നത് ഓക്കെ. പാർട്ട് 2 കംപ്ലീറ്റ് ടീച്ചറാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ പാർട്ട് 2 സിലബസ് ഉണ്ടോ കയ്യില്? ഉണ്ട് മിസ്സേ. സിലബസ് എടുത്തു വെച്ചു. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? അതിൽ ഞാൻ ഡെഫിനീഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഒരു 2 ഡെഫിനീഷൻസ് എടുക്കുന്നുണ്ട്. ആ ഡെഫിനീഷൻസ് നന്നായിട്ട് നോക്കാം ആ ഭാഗത്ത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരുടെ ഡെഫിനിഷൻ ആണെന്ന് അറിയാമോ? ക്രോ ആൻഡ് ക്രോ. അത് പഠിക്കാം കേട്ടോ, അത് പഠിക്കാം. ദെൻ നമ്മൾ ആ ഭാഗത്ത് തന്നെ ക്രോമസോംസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കുന്നത് ഏത് ക്രോമസോംസ് ആണ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, സെക്കൻഡ് ഏതായിരുന്നു? ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലേ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ആണോ ഞാനാണ് എടുത്തത്? ഞാനാണ് അല്ലേ? ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. അതിന് ഇട്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു തോന്നല്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയി. നിങ്ങൾ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് കുഴപ്പമില്ല മിസ്സേ, പറഞ്ഞോ. ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് ഞാൻ എഴുതാൻ ഇട്ടിട്ടില്ല. അത് ഇട്ടുപോയ കാര്യമാണ്. അപ്പൊ അത് ചേർത്ത് മതി. പ്രിൻസിപ്പൽസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റിൽ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ? സെഫാലോ, പ്രോക്സിമോ? വെരി ഗുഡ്. ഇനിയിപ്പോ ചില ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോ ചോദിച്ചെന്ന് വരില്ല. അതാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ നിങ്ങൾ ജസ്റ്റ് വായിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് പഠിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, അതത്ര കാര്യമായിട്ട് എടുക്കണ്ട ആ ഒരു ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ ഏതാണ്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ? അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് പഠിച്ചു പോലും, വേറെ ഒന്നുമില്ല പറയാൻ. ഓക്കെ, ഡിഫൻസ് മെക്കാനിസത്തിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളത് അല്ലേ? അതെ അതെ. ആ, പക്ഷെ പേടിക്കണ്ട. പേടിക്കുന്ന തരത്തില് പേടിപ്പിക്കുന്ന തരത്തില് ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിച്ചു വെച്ചോളൂ, വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യം നിങ്ങൾ PDF പഠിക്കുന്നതിന് മുമ്പാണ്, ടെക്സ്റ്റ് പഠിക്കുന്നതിന് മുമ്പാണ് തന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ തന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഓരോ ചാപ്റ്റേഴ്സ്. യൂണിറ്റ് 3ഉം 4ഉം മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ? എല്ലാവരും മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ആണോ? താങ്ക് യു. പിന്നെ സൈക്കോളജി ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് സൈക്കോളജി. ഓക്കെ, അതിൽ നിന്ന് ടീച്ചർ തന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ വേർഡ് എവിടെ നിന്നാണ്, ഏത് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ടായത്, എവിടെ നിന്നാണ് വന്നത്, ഏത് രാജ്യത്ത് നിന്നാണ്, ഏത് എനിക്കറിയില്ല. സൈക്കിളിലെ വേർഡിൽ നിന്ന് ഗ്രീക്ക് രാജ്യത്ത് നിന്ന്. അതിൽ തന്നെ നമ്മൾ ചൈൽഡ് സൈക്കോളജി പറയുന്നുണ്ട്. ചൈൽഡ് സൈക്കോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. ചൈൽഡ് ഇമോഷൻസ് ബിഹേവിയർ. അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നല്ല അടികൊള്ളും. ചൈൽഡ് സൈക്കോളജി മനസ്സിലാക്കാം. ചൈൽഡ് കുട്ടികളെ ഡെവലപ്മെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, ബിഹേവിയർ. പിന്നെ അതിൽ തന്നെ നമ്മള്
എഡ്യൂക്കേഷൻ സൈക്കോളജി പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരായിരുന്നു ഫാദർ? അല്ല, തെറോഡിക്സാ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ. എഡ്വേർഡ് ലീ തൊണ്ടേക്കല്ലേ? ആയിരിക്കും കിടന്നത്. എഡ്വാർഡ് ലീ തൊണ്ടേക്ക് ആയിരിക്കില്ല, ആയിരിക്കുള്ളൂ നോക്കാം കേട്ടോ. യെസ്, വെരി ഗുഡ്. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിപ്പിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിന്റെ അല്ലെ, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, യെസ്. പിന്നെ വാട്ട് ഈസ് സൈക്കോളജി? എന്താണ് സൈക്കോളജി? മീനിങ് ഓഫ് സൈക്കോളജി? ബിഹേവിയർ, ഒരു കുട്ടിയുടെ ബിഹേവിയർ, മെന്റൽ ആൻഡ് ഫിസിക്കൽ അല്ല അല്ല, അങ്ങനെയാണോ? ബിഹേവിയർ, സയൻസ് ഓഫ് സോൾ. പഠിച്ചപ്പോ ഒന്നുമില്ല അല്ലെ? തുറന്നു നോക്കിയിട്ട് കൂടിയല്ലോ. ഇല്ല മിസ്സേ, പഠിച്ച് മാറി പോകുന്നതാ. സയൻസ് ഓഫ് സോൾ. സൈക്കോളജി എന്താണ്? സയൻസ് ഓഫ് സോൾ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, ഇനി മാറില്ല. ഒന്നും കൂടി പറയോ? സയൻസ് ഓഫ് സോൾ. നിങ്ങൾ ആരും ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആരും ഞാൻ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരി. പിന്നെ ഏത് വേർഡിൽ നിന്നാണെന്ന് അറിയാലോ സൈക്കോളജി ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്ക് വേർഡ്. ആ വേർഡിന്റെ പേര് കറക്റ്റ് മീനിങ് എന്താണ്? സൈക്കോയും ലോഗോയും അല്ലേ? ലോഗോസ് എന്നാണ് സൈക്കോളജി ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ നോക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ സൈക്കോളജി എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. തിയറി 3 സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. പഠിച്ചു നോക്കുന്നുണ്ടോ? ചിലപ്പോ ക്വസ്റ്റ്യൻ വരുമ്പോ അതേപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കുന്നിരിക്കില്ല. നമുക്ക് ഓരോ വേർഡ്സ് സെന്റൻസ് കാണുമ്പോൾ അത് ഏത് സ്റ്റേജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. സിംബോളിക് സ്റ്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? സിംബോളിക് സ്റ്റേജ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഐക്കോണിക് സ്റ്റേജ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും കൊടുത്തിട്ടുള്ളത്. ഇനാക്റ്റീവ് ആണ് അതുമായി ബന്ധപ്പെട്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സ്റ്റേജസ് നന്നായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലുള്ളത് പഠിക്കാം, ക്വസ്റ്റ്യൻസ് തന്നത് പഠിക്കാം. യെസ്, സിംബോളിക് സ്റ്റേജ് പ്രത്യേകമായിട്ട് പഠിക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കഴിഞ്ഞു. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ ചാപ്റ്റർ ഓർക്കുന്നത് പറയണം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കേൾക്കുന്നില്ല നിങ്ങള്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണുന്നത്? ഏതൊക്കെ ആസ്പെക്ട്സിലാണ് കണ്ടുപിടിക്കുന്നത്? ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്. നിനക്ക് നമ്മൾ അല്ലാതൊരു ടേമിൽ പറയും. ഫിസിക്കല്, സൈക്കോളജിക്കല്, മെന്റൽ. ഇത് 3 വരെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ All of above. ഓക്കെ, യെസ്. പിന്നെ ഒരു ടീച്ചറിന് ചിലപ്പോ കുറച്ചും കൂടി നിങ്ങളൊന്ന് അളക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തരത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഒരു ക്വസ്റ്റ്യൻ വരാം. കാരണം ഒരു ടീച്ചറിന് ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എപ്പോഴും സിമ്പിൾ ആയിട്ട് പ്രതീക്ഷിക്കരുത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുമ്പോൾ അതിന് ഓപ്ഷൻസ് നോക്കുക. അതിനുശേഷം ഓപ്ഷൻസ് ഓരോന്നെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ സെന്റൻസ് വൈസ് വായിച്ചു നോക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ചിലത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഫാദർ ഓഫ് സൈക്കോളജി എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കിട്ടും. ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി? വില്യം വില്യം ബ്രൂട്ടൺ. അറിയാം.
യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചോദ്യവും ഓപ്ഷൻസും നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. ഒരു ടെൻഷൻ ആരും അടിക്കേണ്ട, വളരെ കൂളായിട്ടും എക്സാം എഴുതാം. അറിയാലോ. പിന്നെ അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? നീഡ്സ്. നീഡ്സിൽ ടീച്ചർ മാസ്ലോവിന്റെ തിയറി പഠിച്ചിട്ടുണ്ട് അല്ലെ? മാസ്ലോവിന്റെ തിയറി, തിയറിയില് ഓരോ ലെവൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? അതില് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്സിലേക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓരോന്നിനും മുകളിൽ ഏതാണ്, അല്ലെങ്കിൽ ആദ്യം ഏതാണ്, അവസാനം ഏതാണെന്നുള്ളത്. അവസാനം ഏത് നീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവസാനത്തെ നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ബേസ് ലെവൽ നീഡ് ഏതാണ്? നമ്മളുടെ ഏറ്റവും ബേസിക് ലെവൽ നീഡ് ഫിസിയോളജിക്കൽ ഓക്കെ. നീഡില് ഹൈറാർക്കി നോക്കി വെക്കുക കേട്ടോ. ആ ഭാഗത്ത് നിന്നതാണ് പ്രധാനപ്പെട്ടത്. മാസ്ലോയുടെ തിയറിയില് ആ ഓർഡേഴ്സ് നമ്മൾ എത്ര നീഡ്സുകൾ ഉണ്ട് ആ നീഡ്സുകൾ നോക്കി വെക്കണം. പിന്നെ ഏത് ചാപ്റ്റർ ആയിരുന്നു? എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ നമ്മൾ പറഞ്ഞു അല്ലെ? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മളെ നേച്ചർ പഠിക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ നേച്ചർ അറിയാം. 5 കീ ഫാക്ടർ ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക്. ഏതൊക്കെയാണ് 5 കീ ഫാക്ടേഴ്സ്? ലേണർ, ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് പ്രോസസ്, അഞ്ചെണ്ണം നോക്കുക കേട്ടോ. 5 ഉണ്ട്. അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ഓട് 1 ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇപ്പൊ 4 തന്നിട്ട് പറഞ്ഞാൽ ചിലപ്പോ വേറെ ആയിരിക്കും, വേറൊരു കീ ആയിരിക്കും കൊടുത്തിരിക്കും. അപ്പൊ അതേതാണ്? അപ്പൊ 5 നിങ്ങൾക്ക് അറിയാം അല്ലെ? 5 കീ ഫാക്ടർ നോക്കി വെക്കാം. പിന്നെ നമ്മള് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സയന്റിഫിക് മെത്തേഡ്സുകൾ പഠിച്ചിട്ടുണ്ട്, കേസ് സ്റ്റഡി പഠിച്ചിട്ടുണ്ട്, ഇൻട്രോസെപ്ഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെ? ഒബ്സർവേഷൻ. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ടീച്ചർ പറയുന്നത് നോക്കുക. ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്താന്ന് പഠിക്കുക. ഓക്കെ, ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ് എന്താന്ന് പഠിക്കാം. ഓക്കെ, എഴുതി പോകുന്നുണ്ടോ? ഉണ്ട് മീൻസ്. ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്താന്ന് പഠിക്കാം, കേസ് സ്റ്റഡി മെത്തേഡ് എന്താന്ന് പഠിക്കാം. ഡിഫൻസ് മെക്കാനിസത്തിന് നമ്മൾ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. 2-3 പേര് പറയുന്നുണ്ട്. മെന്റൽ മെക്കാനിസം. ഓക്കെ, അപ്പൊ അതിന്റെ മറ്റു പേരുകളൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എന്തിനാണ് ഈ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പുറപ്പെടുവിക്കുന്നത്? To reduce threats, problem, anxiety. ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം പുറപ്പെടുവിക്കുന്നത് അല്ലെ? ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഏത് ചാപ്റ്റർ ആണ് എനിക്ക് പറയാനുള്ളത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇന്ന് ക്വസ്റ്റ്യൻസ് വൈകിയാണ് വന്നത് അല്ലെ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് അധികം പ്രതീക്ഷിക്കണ്ടോ? 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫൻസ് മെക്കാനിസത്തിന് കുറെ ഉണ്ടോ? ഡിഫൻസ് മെക്കാനിസം നമുക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ലാംഗ്വേജില് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ് അത്. വേണമെങ്കിൽ നമുക്ക് അതില് കുട്ടിയുടെ ഫസ്റ്റ് വോയിസസ് അല്ലെ? കുട്ടിയുടെ കുട്ടി ചെയ്യുന്ന ഫസ്റ്റ് വോയിസ് ഏതാണ് അതിൽ വരുന്നുണ്ട്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലേ? എനിക്കറിയില്ല, നിങ്ങൾ പഠിക്കുക കേട്ടോ. പറഞ്ഞുതരില്ല, ഒന്നും പറഞ്ഞുതരില്ല. ഓക്കെ, അപ്പൊ അത് പഠിക്കാം. അത് ആ ഭാഗത്ത് നിന്ന് അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ടീച്ചറെ, കേട്ടില്ല. പറഞ്ഞില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കുക കേട്ടോ. അതിൽ കുട്ടിയുടെ ഫസ്റ്റ് വോയിസ് വരുന്നുണ്ട്. അത് ഏതാണ്, ഏത് സൗണ്ട് ആണ് കുട്ടി പുറപ്പെടുവിക്കുന്നത് എന്ന് ഫസ്റ്റ് വരുന്നുണ്ട്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്. ഓക്കെ, പിന്നെ അടുത്തത് ഏത് ചാപ്റ്റർ ആയിരുന്നു? ചൈൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഫിസിക്കല്, സോഷ്യോ ഇമോഷണലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചെറിയ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഫോർത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് നോക്കി വെക്കുക. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫാദർ ആരാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയുടെ ഫാദർ ആരാണ്? ജീൻ പിയാഷ്. ഓക്കെ,
ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. പിന്നെ ഏത് ചാപ്റ്ററാണ് നിങ്ങളിപ്പോ പറയാനുള്ളത്? എല്ലാം പറഞ്ഞല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറഞ്ഞു അല്ലേ? അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറഞ്ഞു. പിന്നെ വേറെന്താ ചോദിക്കേണ്ടത്? ചോദിച്ചോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കാം. നിങ്ങൾ അങ്ങാടി ഇങ്ങോട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓരോ ടീച്ചർ ശരിക്കും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. പാർട്ട് 2 എടുത്തിട്ട് പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക. പതിയെ പതിയെ ഓടിച്ചു നോക്കുക. ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഫുള്ള് അറ്റൻഡ് ചെയ്താൽ മതിയില്ലേ? മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. PDF കൂടെയുള്ള ടെക്സ്റ്റ് പഠിക്കുക. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അതില് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് വന്നിട്ടില്ലടോ ഇതില്. പറയാൻ പറ്റില്ല വന്നതായിരിക്കും. നിങ്ങൾ നോക്കിയത് വളരെ ചെറിയൊരു ചാപ്റ്റർ അല്ലേ? ചെറിയ ചാപ്റ്ററാ. പിന്നെ 10 ചാപ്റ്ററിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻസും വന്നൊന്നും നിർബന്ധമില്ല അല്ലെ? ഒന്ന് ടച്ച് ചെയ്ത് പോകുള്ളായിരിക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നത് സൈക്കോളജി തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം പറയാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഒരു എക്സാം എഴുതാൻ പോകണല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് കയറുന്ന സമയത്ത് ഫസ്റ്റ് നമ്പർ കാണും. നിങ്ങൾ ആദ്യം കയറുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അടിക്കുക, ഫോൺ നമ്പർ, പേര് അടിച്ചുകൊണ്ടതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണും. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടായിരിക്കും. സിസ്റ്റത്തിലാണെങ്കിലും ഫോണിലൊക്കെ ഫുൾ ചാർജ് ഉണ്ടായിരിക്കണം. നെറ്റ് കിട്ടുന്ന ടീച്ചർ നന്നായിട്ട് എക്സാം എഴുതാൻ നോക്കാം. പിന്നെ ധൃതി പിടിച്ച് 6 ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യണ്ട. നന്നായിട്ട് ചോദ്യം വായിക്കാൻ 4 ഓപ്ഷനും നോക്കാം. ഓൾ ഓഫ് ദ എബോവ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ, അല്ലെങ്കിൽ A ആണോ, B ആണോ, C ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് വരുത്താനൊന്നും പറ്റില്ല. ചേഞ്ച് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. സബ്മിറ്റ് ബട്ടൺ ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട്, ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്നുകൂടി കയറി എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ആണോ ഒന്നുകൂടി നോക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 50 ചോദ്യങ്ങൾ ഉണ്ടാവും. 50 ചോദ്യങ്ങള് അതിൽ 25 ക്വസ്റ്റ്യൻസ് ടീച്ചറിന്റെ ആയിരിക്കുള്ളൂ. ബാക്കിയുള്ളത് ബാക്കി ടീച്ചേഴ്സിന്റെ ഉണ്ടായിരിക്കും. പ്ലസ് ഇംഗ്ലീഷിന്റെ. ഓക്കെ, 10 മാർക്ക് ഇംഗ്ലീഷിന്റെ ആയിരിക്കുള്ളൂ അല്ലെ? പറഞ്ഞില്ലേ അത്? പറഞ്ഞായിരുന്നു 10 ഇംഗ്ലീഷ്, 15 പാർട്ട് തന്നെ മിസ് പറഞ്ഞായിരുന്നു ആതിര മിസ്സിന്റെ നല്ലപോലെ പഠിക്കണം. അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ ഇന്നങ്ങ് പഠിച്ചോ. ഇന്ന് തുടങ്ങിയ സമയം ഉണ്ടല്ലോ. നാളെ എക്സാം. ഇന്നാണ് എക്സാം. സോറി, സമയം ഞാൻ 7th ആരെയാണ് 6 ആണ്. ഈ 7th ഇത് തന്നെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബുക്കിംഗ് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ ആയപ്പോ അയ്യോ ടീച്ചറെ അതെന്താണ്, അയ്യോ ടീച്ചർ ഇതെന്താണ്. സഡൻ ആയിട്ടല്ലേ മിസ് എക്സാം വന്നത്. അപ്പൊ നമുക്ക് ഒരു കിളി പോയ അവസ്ഥയായി പോയി. അന്നത്തേക്കും ക്ലാസ്സിൽ പോലും കയറാറുണ്ടല്ലോ. എവിടെയായിരുന്നു? റെക്കോർഡഡ് ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു വെച്ചാ അച്ഛമ്മ മരിച്ചുപോയി. അപ്പൊ നമ്മൾ അവിടെ ആയിരുന്നു. പിന്നെ അച്ഛൻ ഹോസ്പിറ്റലായി പോയി. ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. സ്റ്റക്ക് ആയിപ്പോയി. ശരി ശരി. അപ്പൊ റേഷണലൈസേഷൻ എന്താണെന്ന് പറഞ്ഞുതരുമോ? ഇപ്പോഴോ? ഞാൻ പോവാണ്, കഴിഞ്ഞു. പോകണേ. എന്റെ ക്ലാസ്സിൽ എന്നെ വിളിച്ചെന്ന് പറഞ്ഞത് ക്ലാസ്സിലായിരുന്നു. ഓക്കെ, താങ്ക് യു മിസ്. ഇതിപ്പോ എക്സ്പ്ലനേഷൻ തരാൻ കറക്റ്റ് ആയിട്ട് റാഷണലൈസേഷൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. ഇപ്പൊ അവനോട് വായിച്ചു കൊടുക്കുക. ഇത് കഴിയുമ്പോ PDF പോലും ഇല്ല പറഞ്ഞു തരാനായിട്ട്. അറിയില്ലെന്നാണെങ്കിൽ ഞാൻ പേഴ്സണലി നമ്പർ തന്നാൽ ഞാൻ പറഞ്ഞുതരാം. നമ്പർ പറഞ്ഞു തന്നാ മതിയോ? നമ്പർ പറഞ്ഞോളൂ.
70 75 75 1070 8962 7510708962. ഓക്കെ. ഇതിൽ ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം പറയാം, റാഷണലൈസേഷൻ ക്വസ്റ്റ്യൻ ഒന്നും നടത്തില്ല കേട്ടോ. കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ധൈര്യമായിട്ടിരിക്കുക. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതിനൊരു ക്വസ്റ്റ്യനെ വരുള്ളൂ. ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അത് വൈകി കിട്ടിയതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻ വന്നാൽ അതിന്. ഡിഫൻസ് മെക്കാനിസത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ അവനെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അതാണ്. അത് അറിഞ്ഞൂടാത്തിട്ടില്ല. ഓരോ ഡിഫൻസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് നോട്ട് വരെ തന്നിട്ടില്ലേ, എന്താണ് ഓരോ മെക്കാനിസം എന്ന് പറഞ്ഞിട്ട്. തന്നിട്ടില്ല. അത് വായിച്ചു പഠിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഇല്ല. താങ്ക് യു ടീച്ചർ, ഇത്രയും പറഞ്ഞു തന്നിരുന്നു. ഒന്നും കേട്ടിട്ടില്ലേ? ദിവ്യ ഇന്റേൺഷിപ്പിന് പോകുന്ന ഡെവലപ്മെന്റിന്റെ നോട്ട് വന്നിട്ടില്ലല്ലോ. എനിക്ക് കിട്ടിയിട്ടില്ല ക്ലാസ്. ക്ലാസ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കി. ഉണ്ടായിരുന്നല്ലോ. ഇല്ല, പക്ഷെ വന്നിട്ടില്ല അത് ഇതുവരെ. ഒരൊറ്റ മിനിറ്റ്. എന്തായാലും അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ടെൻഷൻ അടിക്കേണ്ട, ഞാനൊരു കാര്യം പറയാം. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തരാം, ഞാനത് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് മിസ്. What is the first form of what is the first form of what is the first form of language? What is the first form of language? First form of language used by infants. Used by infants. ട്രൈയിങ് അല്ലേ? ആൻസർ എന്താണ്? Trying. Okay. കിട്ടിയല്ലോ. ഇത് മാത്രം ലാംഗ്വേജ് ഡെവലപ്മെന്റിന് പഠിച്ചാൽ മതി. ഓക്കെ. ഞാൻ ഇന്നലെ അത് കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്താണ് നിങ്ങളോട് ആ ഇൻട്രൊഡക്ഷൻ ഭാഗം പഠിക്കാൻ പറഞ്ഞത്. നിങ്ങളോട് എത്ര ദിവസം നിങ്ങൾ പറയുന്നേ? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. അതിന്റെ അടുത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നോക്കില്ല എന്നൊന്നും ആരും കിടന്ന് കരയണ്ട കേട്ടാ. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞില്ലേ ആ ലെസണിൽ? ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നടക്കുന്നത്? ഏതൊക്കെ അസറ്റ്സിലാണ്? ഫിസിക്കല്, സൈക്കോളജിക്കൽ, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡിഫറൻസ് വഴി, സൈക്കോളജിക്കൽ ഡിഫറൻസ് വഴി, കോഗ്നിറ്റീവ് ഡിഫറൻസസ് വഴി അല്ലെ? ബുദ്ധിപരമായിട്ട് എല്ലാത്തിനും ഇന്റലിജൻസ് ബേസ് വ്യത്യാസം ഉണ്ടാവും, സൈക്കോളജിക്കൽ ബേസിസ് വ്യത്യാസം ഉണ്ടാവും, പിന്നെ ഒരാളുടെ ഫിസിയോളജിക്കൽ ബേസിസും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ? ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫാദർ ആരാണെന്നൊക്കെ അറിയാലോ? സിഗ്മണ്ട് ഫ്രോയിഡ്.
ഇനി ഒരാളുടെ ഫിസിക്കൽ ട്രേറ്റ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഒരാളുടെ ഫിസിക്കൽ ട്രേറ്റ്സ് എടുത്ത് നോക്കിയാൽ ശാരീരിക സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അളക്കാൻ പറ്റും? കളർ ഓഫ് ഹെയർ സ്റ്റൈല്, ഫിസിക്കൽ ആയിട്ടുള്ള ഓക്കെ ഓക്കെ. ദെൻ IQ എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. IQ എക്സ്പാൻഷൻ എന്താണ്? IQ ഓക്കെ. പിന്നെ കുട്ടികളെ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ഫാമിലിയിലും എൻവയോൺമെന്റിലും നേരിടുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് എഴുതും? എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന ഓപ്ഷൻസ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അതേപോലെ ഇട്ടിരിക്കുന്നത് പേടിക്കണ്ട. കണ്ടിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു, അതിൽ ആൻസർ ചെയ്ത്. അത് നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. അതെ അതെ മനസ്സിലാവും, എളുപ്പമാണ് കേട്ടോ. അത് ഓൾ ഓഫ് എബോവ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചപ്പോ നേച്ചർ ഇന്റലിജൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും നേച്ചർ ഇന്റലിജൻസ് എന്താണെന്ന്? കേട്ടില്ല മിസ്, എന്താ? നേച്ചർ ഇന്റലിജൻസ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്? നേച്ചർ ഇന്റലിജൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ ഒക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജിയില് ഒരു 4 പേജിലെ ഏറ്റവും ടോപ്പിൽ കിടക്കണം. എബിലിറ്റി ടു അതാണ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ എബിലിറ്റീസ് ഉണ്ടായിരിക്കുന്ന ഒരു അധ്യാപകന്, അതാണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ അതെ. ഇന്റർസെപ്ഷൻ മെത്തേഡ് എന്താണെന്ന് അറിയാലോ? ലുക്കിംഗ് വിത്തിൻ വൺസെൽഫ്, ആത്മപരിശോധന രീതി. അതേപോലെ കേസ് സ്റ്റഡി എന്താണെന്ന് അറിയാലോ? കേസ് സ്റ്റഡി ഇൻഡെപ്ത് സ്റ്റഡി അല്ലെങ്കിൽ ഇൻഡെപ്ത് അനാലിസിസ് എന്നൊക്കെ കിടക്കുന്നത്. ഓക്കെ, നിങ്ങള് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മിസ്. എക്സാം കഴിഞ്ഞിട്ട് റിവിഷൻ ആയിരുന്നു, എനിക്കിപ്പോ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. റിവിഷനുള്ള എന്റെ ക്ലാസ് ആണ് ഫിനിഷ് ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത്. അവർക്ക് എന്തോ ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോ കയറിയതാണ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കയറിയതാണ്. ഓക്കെ, താങ്ക് യു ദിവ്യ. അപ്പൊ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ മാം, ഞാൻ ഇന്റേൺഷിപ്പിൽ ക്വസ്റ്റ്യൻ തന്നില്ല, നിങ്ങളതൊന്ന് വാട്സപ്പിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കില്ല. അതിപ്പോ കയറിയിട്ടില്ല, കേട്ടിട്ടില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തേക്ക്. താങ്ക് യു. താങ്ക് യു.